നമസ്കാരം. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇസ്രായേലിൽ പുതിയൊരു മാസത്തിന്റെ ആരംഭ ദിവസമാണ്. നമ്മുടെ ജൂൺ മാസം 16-ാം തീയതി എന്ന് പറയുന്നത് ജൂവിഷ് കലണ്ടർ അനുസരിച്ച് അവരുടെ തമ്മൂസ് മാസം 1-ാം തീയതിയാണ്. വസന്തകാലം അവസാനിച്ച് സമ്പൂർണമായ വേനൽക്കാലത്തിലൂടെ കടന്നു പോകുന്നതായ 3 മാസങ്ങളാണ് തമ്മൂസ്, ആവ്, ഏലൂൽ എന്നീ മാസങ്ങൾ. ഇതിൽ ഈ തമ്മൂസ് മാസത്തിൽ യഹൂദന്മാരുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തത് യഹൂദ മതസ്ഥാപകനെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നതും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലക്കനമെന്ന പ്രവാചകനുമായ മോശെ സീനായ് മലയുടെ മുകളിൽ വെച്ച് ദൈവത്തിന്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയതായ കൽപ്പനകൾ 2 കൽപ്പലകകളിൽ വാങ്ങി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച. യഹൂദന്മാർ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിന് യാഗം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മോശെ പാളയത്തോട് അടുത്തു ചെന്നപ്പോൾ കാളക്കുട്ടിയെയും അതിന് ചുറ്റും നിന്ന് നൃത്തം ചെയ്യുന്ന യഹൂദന്മാരെയും കണ്ടു. ഇത് കണ്ട് കോപിച്ച മോശെ തന്റെ കയ്യിലിരുന്ന 2 കൽപ്പലകകൾ പാളയത്തിന്റെ അടിവാരത്ത് വെച്ച് കൈകൊണ്ട് എറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് യഹൂദന്മാരുടെ ചരിത്രത്തിൽ പറയുന്നത്. ഈ സംഭവം നടന്നത് തമ്മൂസ് മാസം 17-ാം തീയതിയാണ്. അത് മാത്രമല്ല, മറ്റൊന്ന് AD 70 റോമൻ ചക്രവർത്തിയായ ടൈറ്റസ് ജെറുസലേം തകർക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് AD 69 ജെറുസലേമിനെ സംരക്ഷിച്ചു നിർത്തിയതായ ആ സംരക്ഷണ മതിലുകൾ റോമാക്കാർ തകർത്ത ദിവസവും ഈ തമ്മൂസ് മാസം 17-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ തമ്മൂസ് മാസം യഹൂദന്മാരുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ തമ്മൂസ് മാസം 17-ാം തീയതി തന്നെ യഹൂദന്മാർ അവരുടെ വിലാപ ദിവസം ആരംഭിച്ച് തുടർന്ന് 3 ആഴ്ച തുടർച്ചയായിട്ട് വിലാപം ആചരിച്ചതിന് ശേഷം തൊട്ടടുത്ത മാസം, അതായത് ആവ് മാസം 9-ാം തീയതി വരെ വിലാപ ദിവസമായിട്ട് ആചരിക്കുന്നു. ഈ പറയുന്നതായ ആവ് മാസം 9-ാം തീയതിക്ക് തിഷബെ ആവ് എന്നാണ് ഹീബ്രുവിൽ ഇവർ പറയുന്നത്. ഈ ആവ് മാസം 9-ാം തീയതിയാണ് തമ്മൂസ് മാസം 17-ാം തീയതി ആരംഭിക്കുന്നതായ വിലാപം അവസാനിക്കുന്നത്. അപ്പോൾ തമ്മൂസ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.